ഇന്നത്തെ തായ്ലൻഡ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് സയാം എന്ന പേരിലായിരുന്നു. ലോകത്താദ്യമായി ശരീരങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്ന ഇരട്ടകൾ ജനിച്ചത് സയാമിലാണ്. 1811 ചാൻ യങ്, അതായിരുന്നു ഇരട്ടകളുടെ പേര്. പിറന്നത് സയാമിലായതുകൊണ്ട് ഈ ഇരട്ടകൾ സയാമീസ് ഇരട്ടകൾ എന്നറിയപ്പെട്ടു. 32ാമത്തെ വയസ്സിൽ ഇവർ വിവാഹം കഴിച്ചു. അമേരിക്കൻ സഹോദരികളായ സാറയും അഡലേഡയുമായിരുന്നു ഭാര്യമാർ. ഒരാൾക്ക് 10 മറ്റേയാൾക്ക് 12 മക്കളുണ്ടായി. 1874 ജനുവരിയിലാണ് സയാമീസ് ഇരട്ടകൾ മരിച്ചത്. വിചിത്രമായ സംഗതി, ഇവരിൽ ഒരാൾ മരിച്ച് 3 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്തയാളുടെ ജീവൻ പോയത് എന്നുള്ളതാണ്. ഇന്ത്യയിലും ഇതേപോലുള്ള ഇരട്ടകൾ ജനിച്ചു. 1929 ദക്ഷിണേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ. ഗംഗമ്മ, ഗൗരമ്മ അതായിരുന്നു പേര്. 22 വയസ്സ് വരെ മാത്രമേ അവർ ജീവിച്ചുള്ളൂ എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഒരു റിപ്പോർട്ടുകളിലും വെളിപ്പെടാതെ കേരളത്തിലെ മഞ്ചാടിക്കടവ് എന്ന ഗ്രാമത്തിൽ പുറം ലോകവുമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു പ്രദേശമാണതെന്ന് പറയാം. അവിടെ വാരിക്കുഴി അച്യുതമാരാർ എന്നയാൾക്കുമുണ്ടായി വയറും ഒട്ടിച്ചേർന്ന 2 അപൂർവ സന്തതികൾ. പ്രേമൻ, ദാസൻ എന്നീ പേരുകളുമായി മഞ്ചാടിക്കടവിന്റെ ഐശ്വര്യവും ഭാഗ്യവുമായി 10-26 വർഷമായി ഇവർ ജീവിക്കുന്നു. ഈ സ്ഥലം മനോഹരായിട്ടുണ്ട് ചേട്ടാ. ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാ? നല്ല സഹകരണമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ചേട്ടനോട് എല്ലാം അങ്ങ് തുറന്നു പറയാമല്ലോ. ഒരു കാര്യം അറിയാനാണ് ഇത്രയും ദൂരം താണ്ടി ഈ ഗ്രാമത്തിലേക്ക് വന്നത്. ഞാൻ രാഷ്ട്രഭൂമി വാരികയുടെ എറണാകുളം ലേഖകനാ. ഈ ഗ്രാമത്തിൽ വയറും ഒട്ടിച്ചേർന്ന അപൂർവ സഹോദരന്മാർ ജീവിച്ചിരിപ്പുള്ളതായി ഒരു വാർത്ത അറിഞ്ഞു. സംഗതി രഹസ്യമായി കിട്ടിയ ന്യൂസാ. മറ്റു പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ് ഫോട്ടോ സഹിതം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്ക് കിട്ടും. അതിനുവേണ്ടി ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ചേട്ടന്റെ പ്രത്യേകം കാണുന്ന കാര്യം ഞാൻ ഏറ്റു. ചേട്ടന്റെ വീട് എവിടെയാ? ചേട്ടാ, എന്താ വഞ്ചു പറയല്ലോ, എനിക്ക് നീന്താൻ അറിയില്ല. അയ്യോ, ആരെങ്കിലും ഓടി വരെ. അയ്യോ ചേട്ടാ, നീന്തി പോവല്ലേ ചേട്ടാ. അയ്യോ ചേട്ടാ. ഇപ്പൊ തന്നെ അത്യാവശ്യത്തിന് അഡ്വാൻസ് ആയി കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളായിട്ട് എന്നെ കൊല്ലല്ലേ? നിന്നെ വെച്ച് വാട്ടാവണം. എന്തിനാ തല്ലുന്നതെന്ന് പറഞ്ഞിട്ട് തല്ലല്ലേ ചേട്ടന്മാരെ. ആ കാണുന്ന എന്താണെന്ന് അറിയാനൊക്കെ. അതോ,
അതൊരു തെങ്ങാണെന്നാണ് എന്റെ വിശ്വാസം ചേട്ടന്മാരെ, അല്ലേ? അല്ലെങ്കിൽ മാറ്റി പറയാ. അതെ, അത് തെങ്ങ് തന്നെ. ആ തെങ്ങ് അവിടെ വരാൻ ഒരു കാരണവും കൂടെ ഉണ്ട്, അറിയാമോ? അതെന്താണാവോ കാരണം? കുറെ നാൾ മുമ്പ് നിന്നെ പോലെ ഒരുത്തൻ ഇതേ ആവശ്യത്തിന് ഇവിടെ വന്നിരുന്നു. അവനെ ഞങ്ങൾ അടിച്ചു കൊന്ന് കുഴിച്ചു മൂടിയത് അവിടെയാ. അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ തെങ്ങിൻ തൈ അവിടെ നട്ടത്. ഇവിടെ ഇനിയും തെങ്ങും തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. നീ ഈ ഗ്രാമത്തിൽ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു ഇരട്ടകളെ കുറിച്ച് കേട്ടിട്ടുമില്ല. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ടില്ല, തെങ്ങൻ തൈ കണ്ടിട്ടുമില്ല. ചേട്ടാ വേഗം തള്ളിയേട്ടാ. ടാറ്റാ ചേട്ടന്മാരെ. അമ്മേ ദേവി മഹാമായേ രക്ഷിക്കണേ. ദാ മാരാരെ വിശേഷിച്ച് ഒഴിപ്പിച്ചങ്ങോട്ട് തിമിർക്കണ്ടല്ലോ. ഇന്ന് എന്റെ പ്രേമദാസന്മാരുടെ പിറന്നാളാ. 26 വർഷം എന്റെ മക്കളുടെ പ്രാണൻ നിലനിന്നത് ദേവിയുടെ കാരുണ്യം കൊണ്ടാ. ദീർഘായുസിനൊരു വഴിപാട്, അത്ര തന്നെ. ഇത്രയും നാളെ അവർ ജീവിച്ചത് അത്ഭുതം തന്നെയാട്ടോ. ജനിച്ച 3-ാം നാളിന് മുമ്പ് എന്നെ മരിക്കുന്നല്ലേ എല്ലാരും പറഞ്ഞത്, തിരുമേനി അടക്കം. ഏതായാലും നമ്മൾ ഭാഗ്യമുള്ളവരാ. പ്രേമദാസന്മാരുടെ ജന്മശേഷ ഈ ഗ്രാമത്തില് ഇക്കണ്ട അഭിവൃദ്ധിക്ക് ഉണ്ടായത്. അത് ഇനി ഉണ്ടാവും തിരുമേനി. ഈശ്വരൻ എനിക്ക് അറിഞ്ഞു തന്ന നിധിയാ എന്റെ മക്കൾ. നാ പിന്നെ ഞാൻ വരട്ടെ തിരുമേനി. എന്താ ഈനാശോ, കഴിഞ്ഞോ? ദേ ഇപ്പൊ കഴിഞ്ഞുള്ളു, എടുത്തു കൊടുക്കടാ. ഈനാശോ, ഇത് ലൂസ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. ഇതുപോലത്തെ എണ്ണം കൂടി തയ്ച്ച് എന്റെ തലയ്ക്ക് ലൂസ് വരുമെന്ന എന്റെ സംശയം. മാരാരെ, ലോകത്തിൽ ആദ്യമായിട്ട് ഇതുപോലത്തെ ഷർട്ട് തയ്ക്കുന്ന തയ്യൽക്കാരൻ ഞാനായിരിക്കും. മാരാർക്ക് എന്തുകൊണ്ട് ലാഭ? മക്കൾക്ക് 2 പേർക്കും കൂടി ഒരു ഷർട്ട് മതി. കല്യാണം കഴിക്കുമ്പോ 2 പേർക്കും കൂടി ഒരു പെണ്ണന്വേഷിച്ചാ മതിയില്ല. മാരാരെ, ഒന്നും തോന്നണ്ട, ഞാനൊരു ഫലിതം പറഞ്ഞതല്ലേ. അടിച്ചതിന് അണപ്പലയെ നടക്കും. ഇതൊരു ഫലിതാന്ന് കൂട്ടിയാ മതി. എന്താ വെയിലിന്റെ ഒരു ചൂട്. മക്കളെ, പ്രേമദാസാ, പ്രേമദാസാ. വലിയേട്ടനും കൊച്ചേട്ടനും ഇവിടെ ഇല്ല. രണ്ടാളും കൂടി അങ്ങോട്ട് പോയി. ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് പുഴയിൽ മുങ്ങിക്കുളിക്കാനെന്ന് പറഞ്ഞ് പോയതാ. ഈശ്വര, എന്താ അബദ്ധ ഈ കുട്ടികൾ കാണിക്കണത്? പുഴയിൽ പോയി കുളിക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. എടി, നിനക്കൊക്കെ എന്നെ പറഞ്ഞ വിലക്കായിരുന്നില്ലേ? ഞങ്ങൾ പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ. ഭഗവതി, ഒരു ആപത്തുണ്ടാക്കല്ലേ. എന്റെ ഭഗവതി, പൊടപണ്ടാറങ്ങള് മുങ്ങി ചത്താ മതിയായിരുന്നു. വിശാലം, പിറന്നാളായിട്ട് ഇന്നെങ്കിലും അവർക്ക് ഇത്തിരി സ്വസ്ഥത കൊടുത്തൂടെ? എങ്ങനെ പറയാതിരിക്കും? ആ പണ്ടാറകൾക്ക് വെച്ച് വളർന്ന് മനുഷ്യ ഒരു പരുവത്തിലായി. ഇത് എന്തോരം ഒടുക്കാത്ത തീറ്റയാവന്മാരുടെ. എന്റെ മക്കൾക്ക് പോലും നേരെ ജോലിയും കൊടുക്കാൻ കഴിയുണ്ടോ? എന്റെ വിശാലം, നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ പെറ്റതല്ലാന്ന് വെച്ച് പ്രേമദാസന്മാർ നിന്റെ മക്കളല്ലാതാവോ? ഇങ്ങനെ ഏട്ടത്തലയന്മാരുടെ അമ്മയവാനെ എന്നെ കിട്ടില്ല. അത് വേറെ ആളെ കാണണം. അളിയൻ ഇങ്ങനെ വിഷമിച്ചിട്ടെന്താ കാര്യം? അന്ന് ആ സായിപ്പും കൂട്ടരും വന്ന് വില പറഞ്ഞപ്പോ എത്ര ആവശ്യം ഞാൻ പറഞ്ഞതാ കൊടുക്കാൻ. കേക്കട്ടെ, ഇനിയും സമയമുണ്ട്. പട്ടണത്തിലൊരു സർക്കസുകാർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുത്താ നമ്മൾ പറയണ കാശ് അവര് തരും. അവനെ തൊട്ടാ വിവരം അറിയും, ഇല്ലെങ്കിൽ ഞാൻ വിവരം അറിയിക്കും. പുഴയിൽ പോയി നോക്ക്. എന്തായാലും ചാവുമ്പോ ഒരുത്തം മാത്രമായിട്ട് ചാവില്ല, രണ്ടും കൂടിയേ ചാവൂ. പറയുന്നേക്ക്.